अक्खा बॉलीवुड एक तरफ, ഇമ്രാൻ ഹഷ്മി एक तरफ. ആവാരപ്പൻ 2. 2000-ലും 2010-കളിലൊക്കെ ഇമ്രാൻ ഹഷ്മി മൂവികൾ കണ്ടവർക്ക് പ്ലേലിസ്റ്റിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും അക്കാലത്ത് ഇമ്രാൻ ഹഷ്മി സിനിമകളിലെ പാട്ടുകൾ. മലയാളത്തിലോ തമിഴിലോ കന്നഡയിലോ ആരെങ്കിലും സിനിമയിൽ ലിപ് കിസ് ചെയ്ത് കഴിഞ്ഞാൽ മലയാളത്തിലെ ഇമ്രാൻ ഹഷ്മി, തമിഴിലെ ഇമ്രാൻ ഹഷ്മി, കന്നഡയിലെ ഇമ്രാൻ ഹഷ്മി എന്ന് കമ്പയർ ചെയ്യത്തക്ക വിധം അത്രമേൽ സ്റ്റാർഡം ഉണ്ടായിരുന്ന, അത്രമേൽ സ്നേഹിച്ചിരുന്ന ഒരു നടൻ. I think Avarapan 2 is a great comeback of a great actor ever produced by Bollywood. പക്ഷേ സിനിമയിലേക്ക് വരുമ്പോൾ ഒരു ക്ലീഷേഡ് സ്റ്റോറി ലൈനുള്ള സ്ഥിരം റോ ഇന്റർപോൾ ഗാങ്സ്റ്റർ ഇൻഫിൽട്രേഷൻ സ്റ്റോറി ആയിട്ട് ചുരുങ്ങുന്നുണ്ട് സിനിമ. ഇമോഷണലി പ്രേക്ഷകരുമായി കണക്ട് ചെയ്യാൻ എത്രത്തോളം വിജയിച്ചു എന്ന് എനിക്കറിയാൻ സാധിക്കില്ല. പക്ഷേ ഇതിനകത്ത് ഇമോഷന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ സീക്വൻസുകൾ, ഫസ്റ്റ് ഹാഫിൽ കൊച്ചിനെ കൊണ്ടുപോകുന്ന ഒരു സീനും സെക്കൻഡ് ഹാഫിൽ കൊച്ചു മരിച്ചു എന്ന് പറയുന്ന സീക്വൻസും എല്ലാം തന്നെ 150% പ്രെഡിക്റ്റബിൾ ആയതുകൊണ്ട് തന്നെ അത് വർക്കൗട്ടായില്ല എന്ന് തോന്നുന്നു. ദിഷ പട്ടാനിക്ക് ഇതിൽ കമ്പാരിറ്റീവ്ലി MS ധോണിക്ക് ശേഷം കൊള്ളാവുന്നൊരു വേഷം കിട്ടിയെന്ന് തോന്നി. പക്ഷേ ക്ലൈമാക്സിനോട് എടുക്കുമ്പോൾ വീണ്ടും ഒന്നും ചെയ്യാനില്ലാത്തൊരു ക്യാരക്ടറായി മാറുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ആവാരപ്പൻ 2-ന് ഭയങ്കര വരവേൽപ്പാണ് മിഡിൽ ഈസ്റ്റിലും ഇന്ത്യയിലൊക്കെ കിട്ടുന്നത്. സ്പൈഡർമാനോളം തന്നെ ഷോ കൗണ്ടുകളും ഹൈപ്പും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വിജയിക്കുമോ ഇല്ലയോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. എന്നിരുന്നാലും ആവാരപ്പൻ ഫസ്റ്റ് സിനിമ പൊളിഞ്ഞതാണെങ്കിലും അതിൽ പാട്ടുകളൊക്കെ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അതേ പാട്ടുകളും ആ സീനുകളൊക്കെ തന്നെയാണ് ഇതിൽ ഈ പടത്തിലും പുട്ടിന് പീര എന്ന പോലെ നൊസ്റ്റാൾജിയ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ വർക്കായോന്ന് അറിയില്ല. എന്നാൽ പോലും ബോളിവുഡ് ഹിന്ദി സിനിമകൾ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഒരു തവണ തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യാവുന്ന സിനിമ തന്നെയാണ് ആവാരപ്പൻ 2. നിങ്ങൾ പോയി കാണുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളിൽ രേഖപ്പെടുത്തുക. വാമിക ഗബിയുടെ ബ്രദർ എന്ന് തോന്നുന്നു ഇതിനകത്ത് മെയിൻ നെഗറ്റീവ് റോളിൽ വന്നിട്ടുള്ളത്. പുള്ളി മോശമാക്കിയിട്ടില്ല, കണ്ടു നോക്കൂ.